അയോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അധികം മസാലയോ സ്പൈസസോ ഒന്നും തന്നെ ഇല്ലാതെ തനി നാടൻ രീതിയിൽ കൊഞ്ച് പച്ചക്കുരുമുളക് ചേർത്ത് വാഴയിലയിൽ എങ്ങനെ സിമ്പിളായിട്ട് പൊള്ളിച്ചെടുക്കാമെന്ന് നോക്കാം. ഇത് റൈസിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയൊക്കെ ഒപ്പം ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഡിഷാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു 1/2 കിലോളം കായൽ കൊഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഷെല്ലൊക്കെ കളഞ്ഞ് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത്, അതായത് തലയുടെ താഴ്ഭാഗത്തേക്ക് സെൻറ്റർ പോർഷനിലേക്ക് കൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെല്ലൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിമൂവ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് ഓരോ പോർഷനിലും ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് നന്നായിട്ട് മസാലയൊക്കെ ചേരും. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ റിമൂവ് ചെയ്തെടുത്തേക്കുന്ന കൊഞ്ചിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ ഒരു മസാല റെഡിയാക്കി എടുക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ മസാല റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഒരു തണ്ട് കറിവേപ്പില, ഒരു 7-8 അല്ലിയോളം വെളുത്തുള്ളി, 3 പിരിയമുളക്. സാധാരണ ഉണക്കമുളകിനെ അപേക്ഷിച്ച് ഈ മുളകിന് എരിവ് കൂടുതലായിരിക്കും. അതുപോലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പച്ചക്കുരുമുളക്, ഏകദേശം 1 ടേബിൾ സ്പൂണോളം പച്ചക്കുരുമുളക്. ഇതെല്ലാം ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ വിനെഗറും ചേർത്ത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇത് കല്ലിൽ വെച്ചിട്ടും ചതച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ മിക്സിയിൽ പൾസ് ബട്ടൺ അമർത്തി ഒരു 10 സെക്കൻഡ് കൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത്. ഓവറായിട്ട് പേസ്റ്റായി പോകരുത്. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീത്തിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. അതിനായി നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മസാലയിൽ നിന്ന് 3 ടേബിൾ സ്പൂണോളം മസാല ചെമ്മീത്തിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൈ ഉപയോഗിച്ച് തേച്ച് പിടിപ്പിക്കുക. മസാല മാക്സിമം ചെമ്മീത്തിൻ്റെ ഉള്ളിലേക്ക് എല്ലാം ചെല്ലുന്ന വിധത്തിൽ മസാല തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ മസാല നന്നായിട്ട് ചെമ്മീത്തിലേക്ക് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഈ ടൈമിൽ നമുക്ക് ചെമ്മീൻ പൊള്ളിക്കാനുള്ള ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 10-20 ഉള്ളി, ഒരു 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, 2 പച്ചമുളക് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നേരത്തെ ബാക്കി വന്ന മസാലയും എടുത്ത് മാറ്റി വയ്ക്കാം. 30 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ ഫ്രൈ ചെയ്ത് എടുക്കണം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം. മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു 7 മിനിറ്റോളം ഒരു സൈഡ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം അത് തിരിച്ചിട്ട് അടുത്ത സൈഡും അതുപോലെ തന്നെ മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കരുത്. ജസ്റ്റ് ചെറിയ ഫ്ലെയിമിൽ ടോട്ടൽ ഒരു 14 മിനിറ്റോളം മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുത്ത് ഏകദേശം ഈ ഒരു പരുവത്തിൽ ചെമ്മീനെടുത്ത് മാറ്റി വയ്ക്കുക. ശേഷം ആ ഓയിലിലേക്ക് ബാലൻസ് വന്ന ആ ഓയിലിലേക്ക് മസാല ഇട്ട് ജസ്റ്റ് സോട്ട് ചെയ്ത് അതിലേക്ക് ഉള്ളി ചതച്ചതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 3-4-5 മിനിറ്റോളം സോട്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴേക്കും അതിനകത്തേക്ക് തക്കാളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 4 മിനിറ്റ് വരെ വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് വഴറ്റുക. ആ ഒരു ടൈമിൽ ഉപ്പൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവുണ്ടെങ്കിൽ ഉപ്പ് എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളം വറ്റി നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആക്കി ഇതുപോലെ എടുത്ത് മാറ്റി വയ്ക്കാം മസാല. വാഴയിലയിൽ ചെമ്മീൻ പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വാഴയില എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ വാഴയില ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെച്ച് വാഴയില കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഴയില ഇതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ വാഴയില കീറിപ്പോവാതെ തന്നെ നമുക്ക് നന്നായിട്ട് റോസ്റ്റും പൊതിഞ്ഞ് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് വാഴയില വാട്ടിയെടുക്കുന്നത്. ശേഷം ഇതുപോലെ ഒരു ലെയർ വാഴയിലയിൽ ഗ്രേവി സ്പ്രെഡ് ചെയ്ത്
എടുക്കണം. ഇതുപോലെ ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഓരോന്നായിട്ട് ഗ്രേവിയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ഓരോന്നായിട്ട് കറക്റ്റായിട്ട് ഗ്രേവിയുടെ മുകളിൽ തന്നെ വെച്ച് സെക്കൻഡ് ലെയർ ഫില്ല് ചെയ്യണം. ശേഷം തേർഡ് ലെയറായിട്ട് ബാലൻസ് ഉള്ള ഗ്രേവി എല്ലാം കൊഞ്ചിൻ്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. നന്നായിട്ട് എല്ലായിടത്തും മസാല എത്തുന്ന പോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം. ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു 2-3 വറ്റൽമുളകും വേപ്പിലയും കൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മുകളിലിട്ട് കൊടുക്കുക. ഇതുപോലെ മസാല ഉണ്ടാക്കിയ സെയിം പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കൂടി ഓയിൽ ഒഴിച്ച് അതിനകത്തേക്ക് വാഴയിലയിൽ പൊതിഞ്ഞ കൊഞ്ച് വെച്ച് ഒരു മിനിറ്റോളം അടച്ചു വെച്ച് ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് പൊള്ളിച്ചെടുക്കണം. 1 മിനിറ്റിന് ശേഷം തുറന്ന് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം. അതും ഇതുപോലെ തന്നെ മൂടി വെച്ച് 1 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കണം. ഈ ഒരു ടൈമിൽ വല്ലാത്തൊരു സ്മെല്ല് വരും, അടിപൊളി സ്മെല്ല്. ആ പച്ചക്കുരുമുളകിൻ്റെയും ഗാർലിക്കിൻ്റെയും എല്ലാം ഒരു നല്ല അടിപൊളി ഒരു സ്മെല്ല്. ഇതിൽ അധികം മസാലകളൊന്നും തന്നെ ചേർത്തിട്ടില്ല, മസാലയോ സ്പൈസസോ ഒന്നും തന്നെ ചേർക്കാതെ ജസ്റ്റ് പച്ചക്കുരുമുളകും വറ്റൽമുളകും ഗാർലിക്കും മാത്രമാണ് ഇതിനകത്ത് മെയിനായിട്ട് എടുത്തേക്കുന്ന സ്പൈസസ്. ഓവർ ഫ്ലേവർ മസാല ഒന്നുമില്ലാതെ തന്നെ തനി നാടൻ സ്റ്റൈലിൽ കുക്ക് ചെയ്തെടുത്ത ഈ ഡിഷ് നാടൻ ഫുഡ് ഇഷ്ടമുള്ളവരും സീ ഫുഡ് ലവേഴ്സും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അത്ര അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് വലിയ കൊഞ്ച് വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യണമെന്നില്ല, നോർമലായിട്ടുള്ള സാധാ പ്രോൺസ് ഉപയോഗിച്ചും ഇത് ട്രൈ ചെയ്താവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മീ.